ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു നല്ല സിനിമയുണ്ട് എന്നാലോചിക്കണം. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇവിടെ പശി എന്നുള്ളൊരു സിനിമ ഈ തലമുറ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, പഴയ തലമുറയ്ക്ക് അറിയാമെന്ന് ആലോചിക്കണം. അത് ദുര എന്നുള്ള സംവിധായകൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയിൽ അന്നത്തെ, അതായത് രാജ്ഞി കണക്കെ വിരചിച്ചിരുന്ന സുന്ദരിയായ നടിയായിരുന്നു, തമിഴിൽ ദീപ എന്ന പേരിലും മലയാളത്തിൽ ഉണ്ണിമേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ, അതായത് പ്രായപൂർത്തി അധികം എത്താത്ത നടി എന്ന് ആലോചിക്കണം. ഒരു ഓമനിക്കാൻ തോന്നുന്നൊരു നടിയായിരുന്നു ആലോചിക്കണം. നമ്മൾ ആമ്പൽപ്പൂ എടുത്ത് നോക്കുന്നത് പോലെ അത്രയും നല്ലൊരു നടിയായിരുന്നു എന്നാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തമിഴ്, തെലുങ്ക്, കന്നഡം, മലയാളം ഇങ്ങനെ ഭാഷയിലെ തിരക്ക്. അതിലേക്കാണ് ഈ പശി എന്നുള്ള സിനിമയിലെ കുപ്പയ്യ എന്നുള്ളൊരു കഥാപാത്രം, ലേഡി കഥാപാത്രം, ഗ്ലാമർ വേഷമൊന്നും അല്ല എന്നാലോചിക്കണം. അങ്ങനൊരു വേഷത്തിലേക്ക് ഉണ്ണിമേരിയെ വിളിച്ചത്. ഉണ്ണിമേരി എന്നും നമ്മൾ എപ്പോഴും എപ്പോഴും സുന്ദരിയായിട്ടുള്ള വേഷങ്ങളെ ഉണ്ണിമേരി അവതരിപ്പിച്ചിട്ടുള്ളൂ. സ്വതേ സുന്ദരി, അതിൻ്റെ കൂടെ കഥാപാത്രങ്ങൾ സുന്ദരിയാകുമ്പോൾ ഇത് അതിസുന്ദരി ആകുന്ന പോലെ ഈ ഒരു കഥാപാത്രത്തിനോട് അത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ദുരയെ സംബന്ധിച്ച് ഈ കഥാപാത്രത്തിന് ആപ്റ്റായിരിക്കുന്നത് ഉണ്ണിമേരി തന്നെയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ണിമേരിയെ ലഭിക്കാതായപ്പോൾ പകരം ആര് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ഉണ്ണിമേരിയുടെ അത്രയല്ല, ഉണ്ണിയുടെ പകുതി പോലും സൗന്ദര്യമില്ലാത്ത, എല്ലാ രീതിയിലും സൗന്ദര്യമില്ലാത്ത ഒരു നടിയെ അവതരിപ്പിക്കേണ്ടി വന്നു. അത് ശോഭ എന്നുള്ള നടി. ശോഭയുടെ അമ്മ പ്രേമ മലയാള സിനിമയിൽ ആദ്യകാലം നായികയായിരുന്നു ആലോചിക്കണം. അങ്ങനെ ശോഭയെ, കൃഷകാത്രിയായ ശോഭ, അഭിനയത്തിൻ്റെ ഉസ്താദ്, അഭിനയത്തിൻ്റെ രാജ്ഞി. ഉണ്ണിമേരി സൗന്ദര്യത്തിൻ്റെ രാജ്ഞിയാണെങ്കിൽ ശോഭ അഭിനയത്തിൻ്റെ രാജ്ഞിയാണെന്ന് ആലോചിക്കണം. ആ ശോഭയാണ് അഭിനയിപ്പിച്ചത്.